അല്ലാഹുവേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് റബ്ബേ കൂടത്തിറക്കാട് മാരണക്കാരുടെ മാരണത്തിൽ നിന്നൊക്കെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് സിഹ്ർ നമുക്ക് ഏറ്റിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വീട്ടിൽ തന്നെ വെച്ച് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിഹാരമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമുക്കറിയാം, സിഹ്ർ എന്നത് നമ്മുടെ എല്ലാ മേഖലയും തകർത്ത് കളയുന്ന ഒന്നാണ്. നമ്മോട് വൈരാഗ്യമുള്ളവർ, അസൂയയുള്ളവർ നാം നശിച്ചു കാണാൻ വേണ്ടി ചെയ്തു വെക്കുന്ന ഒരു പ്രവൃത്തിയാണ് സിഹ്ർ. അപ്പൊ സിഹ്ർ എന്നത് അത് 7 വൻ പാപങ്ങളിൽപ്പെട്ടതാണ്. നമ്മൾ ഒരിക്കലും ഒരാൾക്കെതിരെ നമ്മളത് ചെയ്തു വെക്കാൻ പാടുള്ളതല്ല. ഒരു സത്യവിശ്വാസിയായ മുസ്ലിമായ മനുഷ്യൻ അവൻ ഒരിക്കലും തന്റെ സഹോദരൻ നശിക്കണമെന്നുള്ള ചിന്തയിൽ ഒരിക്കലും അവൻ സിഹ്ർ ചെയ്തു വെക്കാൻ പാടില്ല. സിഹ്ർ എന്നത് 7 വൻ പാപങ്ങളിൽപ്പെട്ട ഒന്നാണ്. സിഹ്ർ ചെയ്യുന്നത് വൻ കുറ്റമാണ്. അത് നമുക്കേറ്റാൽ നമ്മുടെ ജീവിതത്തെ തന്നെ അത് തകർത്ത് കളഞ്ഞു നമ്മുടെ ലക്ഷ്യങ്ങളെ അത് ബാധിക്കുന്നതാണ്. അല്ലേ? നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ നശിച്ചു പോകുന്നതാണ്. നമ്മുടെ സമാധാനം, സന്തോഷം, നമ്മുടെ കച്ചവടം, നമ്മുടെ എല്ലാത്തിലും നമുക്ക് സിഗരറ്റ് കഴിഞ്ഞാൽ സകലതും നശിച്ചു പോകുന്നതാണ്. അല്ലാഹുവേ, സാഗരീങ്ങളുടെ സിഹ്റിൽ നിന്നും മാരണക്കാരുടെ മാരണത്തിൽ നിന്നും കൊടുത്തിറക്കാടെല്ലാം പടച്ചവനെ നീ ഞങ്ങളെ കാക്കണേ അല്ലാ. അപ്പൊ ഈ സിഹ്ർ ചെയ്തു വെക്കുന്ന ആരാകാം? ഒന്നുകിൽ നമ്മുടെ ബന്ധുക്കാരാകാം, അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികളാകാം, അല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ടവരാകാം. അല്ലാഹുവേ, നമ്മളെ നശിക്കണമെന്നുള്ള ചിന്തയിൽ അവരത് ചെയ്തു വെക്കുന്നത് പടച്ചവനെ, അങ്ങനെയുള്ള അല്ലാഹുവേ മാരണക്കാരുടെ മാരണത്തിൽ നിന്നും കൂടത്തിറക്കാട് നിന്നും നീ ഞങ്ങളെ കാക്കണേ അല്ലാ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സിഹ്ർ ഒരിക്കലും നമ്മൾ ചെയ്തു വെക്കാൻ പാടില്ല. നിന്റെ സഹോദരൻ നശിക്കണമെന്നുള്ള ചിന്തയിൽ നീ അത് ചെയ്യരുത്. നിന്റെ സഹോദരൻ എന്തെങ്കിലും ഒരു അനുഗ്രഹം നീ കണ്ടു കഴിഞ്ഞാൽ അല്ലാഹുവേ അദ്ദേഹത്തിന് ഈ അനുഗ്രഹം നീ നിലനിർത്തണേ അല്ലാ എന്ന് നീ ദുആ ചെയ്യണം. അല്ലെ? അസൂയെടുത്ത് ഏതെങ്കിലും ഒരു മോശപ്പെട്ട ആളുടെ അടുക്കൽ പോയി സിഹ്ർ ചെയ്ത് വെക്കാനല്ല, നേരെ മറിച്ച് നീ അദ്ദേഹത്തിന് ദുആ ചെയ്യണം. അദ്ദേഹത്തിന് അനുഗ്രഹം നിലനിർത്തണേ അല്ലാ എന്ന് പറഞ്ഞ് നീ ദുആ ചെയ്തിട്ട് അല്ലാഹു ഇതുപോലുള്ള സൗഭാഗ്യങ്ങളും എനിക്കും കുടുംബത്തിനും നൽകണേ അല്ലാ എന്ന് നീ ദുആ ചെയ്താൽ തീർച്ചയായും അല്ലാഹു നിനക്ക് നൽകുന്നതാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു, സിഹ്ർ ധാരാളം ലക്ഷണങ്ങളുണ്ട് അല്ലെ? സിഹ്ർ ഒരുപാട് ലക്ഷണങ്ങളിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്നതാണ്. അപ്പം അതൊക്കെ ഉസ്താദന്മാർക്കൊക്കെ അത് അറിയാൻ കഴിയും. അത് പഠിച്ചവർക്ക് അത് മനസ്സിലാക്കുന്നതാണ്. സിഹ്ർ ഏറ്റവരെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഉസ്താദേ നമുക്ക് സിഹ്ർ ഏറ്റതുപോലെയാണ്, എന്തെങ്കിലും ഒരു അമല് പറഞ്ഞു തരും. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഇത് പറഞ്ഞു തരുന്നത്. എത്ര വലിയ പഴകിയ സിഹ്ർ ആണെങ്കിലും ആത്മീയമായ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ട് വളരെ ആത്മാർത്ഥതയോടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിന് പൂർണ്ണമായി പരിഹാരം കിട്ടുന്നതാണ് ഇൻഷാ അല്ലാഹ്. നമുക്കറിയാം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹ്ർ ഏറ്റിട്ടുണ്ട്. മുത്തനബി തങ്ങൾക്ക് കൂടോത്രം ഏറ്റിട്ടുണ്ട്, സിഹ്ർ ഏറ്റിട്ടുണ്ട്. ആ സമയത്ത് സൂറത്തുൽ മുഅവ്വിദത്തൈൻ, ഏത് സൂറത്താണ്? സൂറത്തുൽ മുഅവ്വിദത്തൈൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. സൂറത്തുൽ മുഅവ്വിദത്തൈൻ, സൂറത്തുൻ നാസും സൂറത്തുൽ ഫലഖും ഇറങ്ങിയത് ആ സമയത്താണ്. ഈ സൂറത്തുകൾ ഓതിയപ്പോൾ ആ സിഹ്ർ ചെയ്യപ്പെട്ട ചരടിലുള്ള ആ കെട്ടുകൾ അഴിഞ്ഞുപോയി നമുക്ക് ഹദീസിൽ കാണാൻ കഴിയുന്നതാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ അത്രയ്ക്ക് പവറാണ് ഇത് ഈ പരിശുദ്ധ ഖുർആനിലെ 2 ചെറിയ സൂറത്തുകൾ. ഇനി ഈ സൂറത്ത് നമ്മൾ അത് പാരായണം ചെയ്യുമ്പോൾ അശ്രദ്ധയോടുകൂടി പാരായണം ചെയ്യരുത്. ചിലർ അങ്ങനെയാണല്ലോ, ശ്രദ്ധയോടുകൂടി അല്ലാഹുവേ ഹബീബായ മുത്തനബി തങ്ങളുടെ സിഹ്ർ അഴിഞ്ഞു പോയതാണ് ഈ 2 സൂറത്തുകൾ. അപ്പൊ അത്രത്തോളം ശ്രദ്ധയോടെ വലിയ മഹത്വമുണ്ട് എന്ന് മനസ്സിലാക്കി ഈ സൂറത്ത് നമ്മൾ പാരായണം ചെയ്യണം. 41 പ്രാവശ്യം ഈ സൂറത്തുകൾ, സൂറത്തുൽ നാസും സൂറത്തുൽ ഫലഖും ഈ സിഹ്ർ ബാധിച്ചവരെ ഓതി മന്ത്രിക്കുക.
പ്രാവശ്യം 41 പ്രാവശ്യം ആർക്കാണോ സിഹർ ബാധിച്ചിട്ടുള്ളത് അവര് ഓതി മന്ത്രിക്കുക. നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. നാം സ്വയം ചെയ്യുമ്പോൾ കൈകളിലേക്ക് ശരീരം മുഴുവനും തടവുക. 41 പ്രാവശ്യം ഓതുമ്പോൾ എന്ത് ചെയ്യണം? കൈകളും ശരീരം മുഴുവനും നമ്മൾ തടവുക. ഇനി വെള്ളത്തിൽ ഓതുകയാണ് എങ്കിൽ വെള്ളത്തിൽ ഓതി അത് കുടിക്കുകയും ആ വെള്ളം കൊണ്ട് ശരീരത്തും മുഖത്തും തടവുകയും ആ വെള്ളം കൊണ്ട് ശരീരത്തും മുഖത്തും തടവുക. ഇത് ഓതുമ്പോൾ 3 ദിവസം അല്ലെങ്കിൽ 7 ദിവസം അല്ലെങ്കിൽ 21 ദിവസം അങ്ങനെ നമുക്ക് മനസ്സിന് ശരീരത്തിന് തൃപ്തി കിട്ടുന്നത് വരെ ഈ അമല് ചെയ്തുകൊണ്ടേയിരിക്കുക. അത് പ്രത്യേകിച്ച് നമ്മൾ ഓർക്കണം. ചിലർ ചോദിക്കും എത്ര ദിവസം വരെ ചെയ്യണോ? അതാണ് പറഞ്ഞത്, ശരീരത്തിന് നമുക്ക് മനസ്സിന് തൃപ്തി കിട്ടുന്നത് വരെ, ഞാൻ ആ രോഗത്തിൽ നിന്ന് മാറി എന്ന് മനസ്സിലാക്കുന്നത് വരെ. മറ്റൊരാൾ നമുക്ക് ചെയ്തു തരുകയാണെങ്കിൽ തലയിലേക്ക് മന്ത്രിക്കുക, അതാണ് ഏറ്റവും നല്ലത്. രണ്ടാമത്തെ കാര്യം സൂറത്തുൽ ബഖറയിൽ, ഇനി രണ്ടാമത്തെ രീതി, ഈ സിഹർ നമുക്ക് ഏറ്റിട്ടുണ്ടെങ്കിൽ അത് ഒഴിക്കാനുള്ള രണ്ടാമത്തെ രീതി സൂറത്തുൽ ബഖറയിലെ 102ാമത്തെ ആയത്ത്. ശ്രദ്ധിക്കണം, എത്രാമത്തെയാണ്? 102ാമത്തെ ആയത്ത്. ഒരു പിഞ്ഞാണിയിൽ അറബി മഷി ഉപയോഗിച്ച് എഴുതുക. അറബി മഷി നമുക്കറിയാം, പണ്ട് നമ്മൾ ഈ അരി വറുത്ത് പൊടിച്ചൊക്കെ എന്ത് ചെയ്യും, മഷി ഉണ്ടാക്കും. അതുപോലെ അറബി മഷി ഉപയോഗിച്ച് എഴുതുക. കുങ്കുമത്തിൽ എഴുതലാണ് നല്ലത്. അറബി മഷി കാണുന്ന സ്ഥലങ്ങളിൽ അത് കാണാം, അവിടെ നിന്ന് വാങ്ങി പിഞ്ഞാണത്തിൽ എഴുതുക. എന്നിട്ട് പനിനീർ കൊണ്ട് മായ്ച്ച് ഒരു പാത്രത്തിലേക്ക് ആക്കുക. എന്നിട്ട് അതിലേക്ക് ഈ ആയത്ത്, സൂറത്തുൽ ബഖറയിലെ 102ാമത്തെ ആയത്ത് 70 വട്ടം ഓതി മന്ത്രിക്കുക. എന്നിട്ട് ആ വെള്ളം നമ്മൾ കുടിക്കുക. ശരീരത്ത് പുറത്തും ആ വെള്ളം കൊണ്ട് തടവുക. ബാക്കി വന്ന വെള്ളം കുളിക്കുന്ന വെള്ളത്തിൽ ചേർത്ത് കുളിക്കുകയും അതുപോലെ തന്നെ നജസ് പറ്റാത്ത സ്ഥലങ്ങളിൽ ഈ വെള്ളം കുടയുകയും ഒക്കെ ചെയ്യുക. ഇങ്ങനെ ഒരു 7 ദിവസം ചെയ്തു നോക്കുക, നല്ല ഫലം കാണും ഇൻഷാ അല്ലാഹ്. ഇങ്ങനെ 7 ദിവസം ചെയ്തിട്ട് ഫലം കാണുന്നില്ലെങ്കിൽ 14 ദിവസമോ 21 ദിവസമോ അതിൽ കൂടുതലോ നീട്ടിക്കൊണ്ടു പോകാവുന്നതാണ്. നല്ല ഫലം കാണാൻ നിങ്ങൾക്ക് എന്താണ് ഒരു മനസ്സിന് റാഹത്തുണ്ടാകുന്നത് അതുവരെ നിങ്ങൾ ചെയ്യുക. ഇനി മൂന്നാമത്തെ കാര്യം, നമുക്ക് ഭവനത്തിൽ നിന്ന് ചെയ്യാവുന്ന മൂന്നാമത്തെ കാര്യം, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ എന്നുള്ള ദിക്ർ സ്വയം മന്ത്രിക്കുകയോ മറ്റുള്ളവരെ കൊണ്ട് മന്ത്രിപ്പിക്കുകയോ ചെയ്യുക. ഇങ്ങനെ 7 ദിവസമോ 14 ദിവസമോ 21 ദിവസമോ ചെയ്യുക. നമുക്ക് നല്ല മാറ്റം കാണാൻ കഴിയും. നമ്മുടെ തടസ്സങ്ങളൊക്കെ മാറിപ്പോകും ഇൻഷാ അല്ലാഹ്. സിഹർ ബാധിച്ചിട്ട് എത്രയോ പേര് രോഗികളാണ്. ജോലിയില്ലാത്തവരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്. അവർ ആ സിഹറിൽ കിടന്ന് കുരുങ്ങി എത്രയോ സഹോദരിമാരിൽ കിടക്കുന്നവരുണ്ട്. അല്ലാഹുവേ, സാഗരീങ്ങളുടെ സിഹറിൽ നിന്നും മരണക്കാരുടെ വാണ്ടത്തിൽ നിന്നെല്ലാം ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അപ്പൊ ഈ പറഞ്ഞത് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന അമലുകളാണ്. ഞാൻ പറഞ്ഞു, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ അത് കലാമുല്ലാഹ്, ഈ ലോകം അടക്കി ഭരിച്ച് സൃഷ്ടിച്ച സിതാവിന്റെ അല്ലാഹുവിന്റെ കലാമാണെന്നുള്ള രീതിക്ക് നിങ്ങൾ നല്ല വൈഭക്തിയോടെ നിങ്ങൾ ഓതുകയും അത് വേണ്ടതുപോലെ ഓതുകയും ചെയ്താൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കുന്നതാണ്. അപ്പൊ സൂറത്തുൽ ബഖറയിലെ 102ാമത്തെ ആയത്ത് ഞാൻ പറഞ്ഞായിരുന്നു. ആ ആയത്തിന്റെ തുടക്കം ഞാൻ ഓതിത്തരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്തബിഉ മാ തത്ലു ശയാതീൻ അലാ മുൽകി സുലൈമാൻ വമാ കഫറ സുലൈമാൻ വലാകിന്ന ശയാതീന കഫറു. ഈ സൂറത്ത് അവസാനം വരെ ഓതുക. 102ാമത്തെ സൂറത്ത് ഞാൻ പറഞ്ഞ സൂറത്തുൽ ബഖറയിലെ 102ാമത്തെ സൂറത്ത്. അപ്പൊ അത് ഞാൻ ഓതിത്തന്നതാണ്. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധ ഖുർആൻ
നിന്റെ പരിശുദ്ധ ഖുർആൻ കൊണ്ട് ഞങ്ങൾ അമൽ ചെയ്യുമ്പോൾ ഞങ്ങളുടെ സകല രോഗങ്ങളും ശിഫയാക്കണേ അല്ലാഹ്. റബ്ബേ നിന്റെ ഖുർആൻ വലിയ മഹത്വമുണ്ട് അല്ലാഹ്. പടച്ചവനെ ആ ഖുർആൻ ഞങ്ങൾ ഓതുന്നവരാണ്. ആ ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട് അസൂയത്തൊട്ടും മരണത്തിൽ നിന്നും കൊടുത്തറങ്ങളിൽ നിന്നും അക്രമികളുടെ അക്രമത്തിൽ നിന്നും സർവ്വ ശർറുകളിൽ നിന്നും ചതിയന്മാരുടെ ചതികളിൽ നിന്നും വഞ്ചകന്മാരുടെ വഞ്ചനയിൽ നിന്നും അല്ലാഹുവേ ഞങ്ങളെ ഞങ്ങളെ മക്കളെ ഞങ്ങളെ ഇണകൾ ഞങ്ങളെ കുടുംബക്കാർ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരെയും നീ കാക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമർ റഹീമിനായ അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾ പറഞ്ഞത് കേട്ടതെല്ലാം രണ്ട് ലോകത്തും വിജയം കൈവരിക്കുന്ന ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഞങ്ങൾ പലരും രോഗികളാണ്, ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങൾ പലരും കടക്കാരാണ്, ഞങ്ങളുടെ കടങ്ങൾ വീട്ടി തരണേ അല്ലാഹ്. ഞങ്ങൾ പലരും ജോലിയില്ലാത്തവരാണ്, ജോലി നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഭവനങ്ങൾ പണി നടക്കുന്നത് പെട്ടെന്ന് പൂർത്തിയാക്കണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. പടച്ചവനെ ആഫിയത്തുള്ള ദീർഘായുസ്സ് തരണേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ വിവാഹപ്രായമെത്തിയ മക്കളുണ്ട്, സാലിഹീങ്ങളായ ഇണകളെ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ സഹോദരങ്ങളെ പലരും വിദേശ രാജ്യങ്ങളിലാണ്, സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കച്ചവടത്തിൽ ഞങ്ങളുടെ ജോലിയിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ദാരിദ്ര്യമെന്ന മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. അനുഗ്രഹങ്ങളുടെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ശരീരങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അവരുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. സർവ്വവിധ ബുദ്ധിമുട്ടുകൾ, ആപത്തുകൾ, ഇടങ്ങേറുകൾ, പ്രയാസങ്ങൾ അവരെയും ഞങ്ങളെയും ഒക്കെ കാക്കണേ അല്ലാഹ്. റബ്ബേ ലോക വിജയികളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.